നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സുപ്രധാന രേഖയായി ആധാർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആധാർ കാർഡിൻ്റെ സേവനങ്ങളെ സംബന്ധിച്ച് ഒന്നിലധികം വീഡിയോകൾ നമ്മുടെ ചാനലിൽ നിന്നും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് താഴെ കമൻറ്റ് ബോക്സിൽ എപ്പോഴും വരാറുള്ള ഒന്നിലധികം ആളുകൾ ചോദിക്കാറുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള ആധാർ കാർഡിലെ വിവരങ്ങൾ തിരുത്തുന്നതിനും അത് ഉപയോഗിക്കുന്നതിനും 2025-26 കാലഘട്ടത്തിൽ UIDAI വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ പലർക്കും ഇതേക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ആധാറിൽ പേരും ജനനത്തീയതിയും തിരുത്തുന്നതിന് ഇപ്പോൾ കർശനമായ പരിധികളുണ്ട്. ഓർക്കുക, നിങ്ങളുടെ ആധാർ എങ്ങനെ സുരക്ഷിതമാക്കാം, പുതിയ ആധാർ ആപ്പിലെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള ഭീകരമായ തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. ഈ മാറ്റങ്ങളൊക്കെയാണ് വീഡിയോയ്ക്ക് ആധാരം. ആദ്യം തന്നെ നമുക്ക് ആധാർ കാർഡിലെ വിവരങ്ങൾ തിരുത്തുന്നതിലെ പുതിയ നിയന്ത്രണങ്ങളെക്കുറിച്ച് നോക്കാം. അനേകം ആളുകൾക്കും ഉള്ള ഒരു സംശയമാണിത്. ഡേറ്റയുടെ കൃത്യത ഉറപ്പാക്കാനും തട്ടിപ്പുകൾ തടയാനും UIDAI ഇപ്പോൾ ചില പരിധികൾ നിശ്ചയിച്ചിട്ടുള്ള വിവരമാണ് അറിയിക്കാനുള്ളത്. പലരും ചോദിച്ച ഒരു ചോദ്യമാണ് ആധാർ കാർഡിലെ പേര് എത്ര തവണ നമുക്ക് തിരുത്താൻ കഴിയും എന്നത്. അതിൻ്റെ ഉത്തരം ഇതാണ്: ജീവിതത്തിലാകെ 2 തവണ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ആധാറിൽ തിരുത്താൻ സാധിക്കൂ. 2 തവണ. ജനനത്തീയതി തിരുത്തുന്നത് സംബന്ധിച്ചാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ആധാറിൽ നിന്നും തിരുത്താൻ അനുവാദമുള്ളൂ. ഇനി ജെൻഡർ, പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ള കാര്യങ്ങൾ മാറ്റാൻ ആകുമോ എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. അതും തിരുത്താനാവും. അതും ഒരിക്കൽ മാത്രമേ തിരുത്താൻ സാധിക്കൂ. എന്നാൽ നിങ്ങളുടെ വിലാസം, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ മാറ്റുന്നതിന് നിലവിൽ ഇത്തരം പരിധികളൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ പരിധി കഴിഞ്ഞുവെങ്കിൽ എന്തു ചെയ്യും? സാധാരണ എൻറോൾമെന്റ് സെന്ററുകൾ വഴി ഇനി ആ മാറ്റം സാധ്യമല്ല. ഇത്തരം എക്സെപ്ഷൻ കേസുകൾക്കായി നിങ്ങൾക്ക് UIDAI റീജിയണൽ ഓഫീസിനെ സമീപിച്ചാൽ അത് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയും. പേരുമാറ്റത്തിന് ഗസറ്റ് നോട്ടിഫിക്കേഷൻ നിർബന്ധമാണ്. ഓർക്കുക, കേരളത്തിലുള്ളവർ ബാംഗ്ലൂർ റീജിയണൽ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇമെയിൽ വഴിയോ നേരിട്ടോ അപേക്ഷ നൽകേണ്ടതായിട്ട് വരും. 2026 ജനുവരി 28 കേന്ദ്ര സർക്കാർ നൂതനമായ ഒരു ആധാർ ആപ്പ് പുറത്തിറക്കിയ വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. പഴയ ആധാർ ആപ്പിനേക്കാൾ കൂടുതൽ സുരക്ഷയും സൗകര്യങ്ങളും ഇതിൽ ഉണ്ട്. വൺ ഫാമിലി വൺ ആപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു മൊബൈൽ ആപ്പിൽ തന്നെ കുടുംബത്തിലെ 5 പേരുടെ ആധാർ പ്രൊഫൈലുകൾ മാനേജ് ചെയ്യാൻ കഴിയും. കുട്ടികളുടെയും മുതിർന്നവരുടെയും ആധാർ കൈകാര്യം ചെയ്യാൻ ഇത് വളരെ എളുപ്പമാണ്. അതേക്കുറിച്ച് കൂടുതൽ അറിയുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. OTP ഇല്ലാതെ തന്നെ ഫേസ് ഒതന്റിക്കേഷൻ വഴി ആപ്പ് ലോഗിൻ ചെയ്യാനും സേവനങ്ങൾ ഉപയോഗിക്കാനും നമുക്ക് സാധിക്കും. ഇന്റർനെറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും QR കോഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും. അടുത്തത് സെലക്റ്റീവ് ഷെയറിംഗ് സൗകര്യം ഉപയോഗിച്ച് നിങ്ങളുടെ ആധാർ നമ്പർ വെളിപ്പെടുത്താതെ തന്നെ ആവശ്യമായ വിവരങ്ങൾ മാത്രം QR കോഡ് വഴി നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. അതായത് ഈ ഹോട്ടലുകളിലും മറ്റും ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഈ സൗകര്യം നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടും. മറ്റൊരു പ്രധാന അറിയിപ്പ് LPG ഗ്യാസ് ഉപഭോക്താക്കൾക്കാണ്. സബ്സിഡി തടസ്സമില്ലാതെ ലഭിക്കാൻ ആധാർ അധിഷ്ഠിത EKYC ഇപ്പോൾ നിർബന്ധമാണെന്നുള്ള വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഇതിനായി നിങ്ങൾ ഗ്യാസ് ഏജൻസിയിൽ പോകണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ഗ്യാസ് കമ്പനിയുടെ ആപ്പും ഇന്ത്യനോ BPCL HPO ഒക്കെ ആണെങ്കിൽ അതും, ഒപ്പം ആധാർ ഫേസ് RD ആപ്പും ഇൻസ്റ്റാൾ ചെയ്താൽ വീട്ടിലിരുന്ന് തന്നെ ഫേസ് സ്കാനിംഗ് വഴി KYC പൂർത്തിയാക്കാൻ കഴിയും. കൃത്യമായ വെളിച്ചമുള്ള സ്ഥലത്ത് നിന്ന് കണ്ണ് ചിമ്മിക്കൊണ്ട് സ്കാൻ ചെയ്താൽ ഇത് സെക്കൻഡുകൾക്കുള്ളിൽ പൂർത്തിയായി കിട്ടും. ഇനി ഏറ്റവും ഗൗരവകരമായ കാര്യത്തിലേക്ക് വരാം: ഡിജിറ്റൽ അറസ്റ്റ്. 2026 തുടക്കം വരെ ഇന്ത്യയിൽ ഈ തട്ടിപ്പിലൂടെ മാത്രം 3000 കോടിയിലധികം രൂപ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. തട്ടിപ്പുകാർ വീഡിയോ കോളിലൂടെ പോലീസ് അല്ലെങ്കിൽ CBI ഉദ്യോഗസ്ഥരാണ് തങ്ങളെന്ന് പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്തും. നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് മയക്കുമരുന്ന് കടത്തോ കള്ളപ്പണം വെളുപ്പിക്കലോ നടന്നിട്ടുണ്ടെന്നും നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണെന്നും അവർ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. ഓർക്കുക, ഇന്ത്യൻ നിയമത്തിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു വാക്ക് ഇല്ല. ഒരു സർക്കാർ ഏജൻസിയും വീഡിയോ കോളിലൂടെ പണമോ പിഴയോ നിങ്ങളോട് ആവശ്യപ്പെടുകയും ഇല്ല. ഇത്തരം കോൾ വന്നാൽ ഉടൻ കട്ട് ചെയ്തേക്കുക. പേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഇതൊഴിവാക്കാൻ നിങ്ങളുടെ ആധാർ ബയോമെട്രിക്സ് ലോക്ക് ചെയ്യുക. ആധാർ ആപ്പ് വഴിയോ 1947 എന്ന നമ്പറിലേക്ക് SMS അയച്ചോ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും. ലോക്ക് ചെയ്താൽ നിങ്ങളുടെ അനുവാദമില്ലാതെ ആർക്കും നിങ്ങളുടെ വിരലടയാളം ഉപയോഗിച്ച് പണം തട്ടാനോ സിം കാർഡ് എടുക്കാനോ സാധിക്കുകയില്ല. തിരിച്ചറിയൽ രേഖയായി ആധാർ നൽകുമ്പോൾ എപ്പോഴും മാസ്ക്ഡ് ആധാർ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ആധാർ നമ്മളുടെ ഐഡന്റിറ്റിയാണ്. അതിലെ വിവരങ്ങൾ കൃത്യമായി സൂക്ഷിക്കുന്നതും സുരക്ഷിതമാക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓരോ 10 വർഷം കൂടുമ്പോഴും ആധാറിലെ രേഖകൾ പുതുക്കാൻ മറക്കരുത്. എന്തെങ്കിലും തരത്തിലുള്ള സൈബർ തട്ടിപ്പ് നടന്നാൽ മടിക്കാതെ 1930 എന്ന നമ്പറിൽ വിളിക്കുകയോ cybercrime.gov.in എന്ന വെബ്സൈറ്റിൽ പരാതി നൽകുകയോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക, പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാർക്ക്. ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.